കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ മന്ദഗതിയിൽ. വീണ്ടും മഴ പെയ്യുന്നതാണ് തിരിച്ചടിയായത്. പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി. അതേസമയം കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അപകട സ്ഥലത്തെത്തി. ഇതിനിടയിൽ ലോറി ഉടമ മനാഫിന് കർണാടക പോലീസിന്റെ മർദ്ദനമേറ്റു. മുൻ സൈനികൻ രഞ്ജിത്തിനെ കടത്തിവിടാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു മർദ്ദനം. കൂടുതൽ വിവരങ്ങളുമായി കർണാടക ഷിരൂരിൽ നിന്നും KJ ശ്രീജിത്തും കോഴിക്കോട്ടെ അർജുൻ്റെ വസതിയിൽ നിന്ന് ദിസ്ന സുരേഷും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്ത്, നിലവിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ സ്ഥിതി എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നിഖിൽ, എന്തായാലും അല്പസമയം മുൻപ് വലിയ മഴയാണ് ഈ പ്രദേശത്തുണ്ടായത്. അതിനാൽ തന്നെ നിലവിൽ ഈ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്പസമയം മുൻപായിരുന്നു കുമാരസ്വാമി ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു. അത് കേന്ദ്രമന്ത്രിയായ കുമാരസ്വാമി സന്ദർശിക്കുമ്പോൾ സമയത്ത് പോലും ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. ആ സാഹചര്യത്തിൽ തന്നെ പലരും ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഇപ്പോൾ നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും കോഴിക്കോട് നിന്നും ഈ വലിയ വിമർശനം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ അർജുന്റെ മറ്റു ബന്ധുക്കൾ ഈ പ്രദേശത്തുണ്ട്. അവരും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം ഇപ്പോൾ 100 മണിക്കൂറിലധികം കഴിയുന്നു, എന്നിട്ടും ഈ അർജുനെ കണ്ടെത്താൻ ഈ ദൗത്യസംഘത്തിന് കഴിഞ്ഞില്ല. അവരുടെ മെല്ലപ്പോക്കാണ് ഇത്തരത്തിലുള്ള ഈ വീഴ്ചയ്ക്ക് കാരണമായി ഇവിടെ എത്തിയവർ സൂചിപ്പിക്കുന്നത്. അതിനിടയിലായിരുന്നു മുൻപ് ഇത്തരം ദൗത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള മുൻ സൈനികനായ രഞ്ജിത്ത് മുൻപ് ഇത്തരത്തിൽ ഉത്തരാഖണ്ഡിലും അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പല ജീവനുകളും രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടത്തേക്ക് ഓടിയെത്തി എന്താണ് ആ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഘടന അത് കണ്ടെത്തി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രഞ്ജിത്ത് അല്പസമയം മുമ്പ് ഈ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇവിടെ എത്തിയിരുന്നു. ആ രഞ്ജിത്തിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കളക്ടർ ഇടപെട്ടാണ് ആ സ്ഥലത്തേക്ക് രഞ്ജിത്തിനെ എത്തിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഈ കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. 3-4 ദിവസമായി ഈ സ്ഥലത്ത് മഴയും വെയിലുമേറ്റ് തങ്ങളുടെ സുഹൃത്തായ അർജുന് വേണ്ടി കാത്തിരുന്ന മനാഫിനെ, ലോറി ഡ്രൈവറായ മനാഫിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. അതിനുശേഷമായിരുന്നു ഈ SP നേതൃത്വത്തിലായിരുന്നു ആ മർദ്ദനമുണ്ടായത്. അത്തരത്തിൽ വളരെ ദാരുണമായ സംഭവങ്ങളും ഇതിനിടയിലുണ്ടായി. എന്തായാലും ആ പ്രദേശത്ത് നിലവിൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അല്പസമയം മുമ്പ് ചെറിയ മഴ ഉണ്ടായ പശ്ചാത്തലത്തിൽ മുകളിൽ നിന്നുള്ള വെള്ളക്കെട്ട് താഴേക്ക് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റഡാർ സംഘം ഈ അവിടെ ഉണ്ടായിരുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് പല തട്ടായി മണ്ണ് മാറ്റിയിരുന്നു. ആ മണ്ണ് മാറ്റിയ സ്ഥിതിക്ക് മുകളിലേക്ക് റഡാർ സംഘത്തിന് കയറാൻ സാധിച്ചിട്ടുണ്ട്. അവർ വീണ്ടും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് റഡാർ സംഘം. പക്ഷേ എത്രത്തോളം ഫലപ്രദമായി അവിടുന്ന് സിഗ്നൽ ലഭിക്കുമെന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ നാം അറിയാൻ സാധിക്കും. പക്ഷേ ഈ രാവിലെയോടെയായിരുന്നു 3 തവണ ഈ സിഗ്നൽ ലഭിച്ചത്. പക്ഷേ അത് ലോറിയുടെ അതായിരുന്നില്ല. പിന്നീട് മറ്റൊരു പ്രദേശത്താണ് നിലവിൽ അതിന് സമീപത്തായുള്ള പ്രദേശത്താണ് വീണ്ടും ഈ റഡാറിൽ പരിശോധന ആരംഭിക്കുന്നത്. എന്തായാലും ഇതിൽ കണ്ടെത്താൻ കഴിയുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എത്ര മണിക്കൂർ കൂടി ഈ ദൗത്യസംഘം ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇന്നലെ 6 മണിക്ക് ഈ ദൗത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നീട് വലിയ വിമർശനം ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ ആ ദൗത്യസംഘത്തിന്റെ പ്രവർത്തനവും രക്ഷാപ്രവർത്തനം 9 മണിയിലേക്ക് നീട്ടിയിരുന്നു. എന്തായാലും ഇന്ന് എത്ര മണിവരെ ഉണ്ടാകുമെന്നുള്ള വിവരം നിലവിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇന്നും ചിലപ്പോൾ 9 മണിയോടെ തന്നെ ഈ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ആ സ്ഥലത്തെ ഏറ്റവും പ്രധാന ഭൂപ്രകൃതിയാണ്. ഒരു ചെളിമണ്ണ് നിറഞ്ഞ കുന്നുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതിനാൽ തന്നെയാണ് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ദൗത്യസംഘം വളരെയധികം ബുദ്ധിമുട്ടുന്നത്. പല ആധുനിക സാങ്കേതിക വിദ്യകളും അവിടെ വൈകിയാലും എത്തിച്ച് 2 ദിവസമായി പരിശോധന നടത്തുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ നിലവിൽ സാധിക്കുന്നില്ല. അവിടെ ഇപ്പോൾ 3 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഒന്ന് അർജുൻ, അതോടൊപ്പം തന്നെ ആ സമീപ പ്രദേശത്തെ ഒരു വനിത, മറ്റൊരു യുവാവ്. ആ യുവാവിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഈ ജില്ലാ ഭരണകൂടത്തിനുമില്ല, കളക്ടർക്കുമില്ല. കളക്ടർ പറയുന്നത് ആ വ്യക്തിയുടെ പേരറിയില്ല, അദ്ദേഹം ഒരു യുവാവാണ്. മറ്റൊരു യുവാവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ സുഹൃത്ത് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. അതേസമയം ആ പ്രദേശത്ത് നിന്നും നിലവിൽ 7 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വീട്ടിൽ 5 പേരും
അതോടൊപ്പം തന്നെ അതൊരു ചായക്കടയായിരുന്നു. അവിടെ ചായ കുടിക്കാൻ വന്ന 2 പേരുടെയും അങ്ങനെ 7 പേരുടെ മൃതദേഹമാണ് 2 ദിവസം മുൻപ് കണ്ടെടുത്തത്. അതിനുശേഷം ഈ പ്രദേശത്തേക്കാണ് ഏറ്റവും കൂടുതൽ മണ്ണ് വീണ പ്രദേശത്താണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. എന്നാൽ ആദ്യ സമയങ്ങളിൽ ഈ 7 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് റോഡിന് സമീപത്ത് നിന്നാണ്. പക്ഷേ അവർ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ അവിടെ വെച്ച് തന്നെ ഈ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. പിന്നീടാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും ഈ അർജുൻ്റെ കുടുംബം രംഗത്ത് വരികയും ചെയ്തു. ഈ കർണാടക സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുമെല്ലാം വലിയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതിനുശേഷമായിരുന്നു ഇത്തരത്തിലുള്ള വീണ്ടും അവിടെ ഒരു തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും അർജുൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ദൗത്യ സേനയോടൊപ്പം തന്നെ ആ സ്ഥലത്തുണ്ട്. ഏറ്റവും ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള വലിയ പ്രളയങ്ങളിൽ ആ സ്ഥലങ്ങളിലെല്ലാം പ്രവർത്തനവുമായി മുന്നോട്ട് വന്ന രഞ്ജിത്ത് നിലവിൽ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉത്തരാഖണ്ഡിലെ പ്രളയം നമുക്കറിയാവുന്നതാണ്. 1000-ലേറെ പേർ മരണപ്പെട്ട ആ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രഞ്ജിത്തിന് വളരെയധികം അനുഭവ പരിചയമുണ്ട്. അതിനാൽ തന്നെ ഈ പ്രദേശത്തെത്തുമ്പോൾ ഇതൊരു ചെറിയ പ്രദേശമാണ്. പക്ഷെ ചെറിയ പ്രദേശത്ത് വലിയ കുന്നുകണക്കെ ഈ മണ്ണിടിഞ്ഞ് വീണതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ആ സ്ഥലത്ത് എന്തായാലും രഞ്ജിത്ത് പരിശോധന നടത്തുകയാണ്. രഞ്ജിത്തിന് തൻ്റെ അനുഭവം കൊണ്ട് അത്തരത്തിൽ ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ കുടുംബമുള്ളത്. അതിനാൽ തന്നെയാണ് വളരെ പണിപ്പെട്ട് ഈ പ്രദേശത്തിലെ പോലീസ് തടയുന്ന സാഹചര്യമുണ്ടായിരുന്നു രഞ്ജിത്തിനെ. പക്ഷേ ഈ കളക്ടറുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ ആ കുടുംബം എന്തായാലും രഞ്ജിത്തിനെ അവിടെ എത്തിച്ചത്. ഇതിൻ്റെ ഫലമായാണ് രഞ്ജിത്തിനെ അവിടെ എത്തിച്ചതിനെ ചോദ്യം ചെയ്താണ് നിലവിൽ SP ഈ ലോറിയുടെ ഉടമയെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ശ്രീത, മറ്റൊരു കാര്യം ശ്രീ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ചെളി നിറഞ്ഞിരിക്കുകയാണ് ആ പ്രദേശം. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ, അതോടൊപ്പം തന്നെ ഈ നനഞ്ഞ മണ്ണിനൊപ്പം ഈ ഒരു കെട്ടിനുള്ളിൽ നിന്നും ഈ ഒരു പാറക്കെട്ടിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ ആ കുന്നിനിടയിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടം, ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. കാരണം ആ പ്രദേശം ഉച്ചയോടെ തന്നെ നാം സന്ദർശിച്ചിരുന്നു. അപ്പോഴായിരുന്നു ആ സ്ഥലത്തെ ഭയാനകമായ കാഴ്ചകൾ കണ്ടത്. വലിയ ചെളി കുണ്ട് മാതിരി മാറിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള മണ്ണ് ആ റോഡിലേക്ക് ഇടിഞ്ഞു വീണു. അതോടൊപ്പം തന്നെ വലിയ പാറക്കല്ലുകൾ ഈ റോഡിന് സമീപത്ത് തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശം പൊതുവെ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ്. കാരണം അതിൻ്റെ ഈ റോഡിന് ഒരു വശം ചേർന്ന് ഗംഗാവാലി നദിയാണ്, വലിയ നദിയാണ്. ആ നദിയിലെ വെള്ളം എപ്പോഴും ഈ പ്രദേശത്ത് ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ട് നിർത്തിയിരിക്കും. ആ മണ്ണിന് തന്നെ നനവുള്ള ഒരു പ്രദേശമാണ്. അത്തരത്തിലൊരു നനവുള്ള പ്രദേശത്ത് നിന്നാണ് അതിൻ്റെ ഈ നദിയുടെ എതിർഭാഗത്ത് നിന്നും ഇത്തരത്തിൽ കുന്ന് ഇടിഞ്ഞ് ഈ റോഡ് വഴി ഈ നദിയിലേക്ക് വരെ എത്തുന്ന ഒരു വലിയ ദുരന്തമായ ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത്. അതിനാൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ ദൗത്യസേന ഈ റോഡിൽ നിന്നുള്ള മണ്ണ് മാറ്റാൻ മാത്രമാണ് ശ്രമിച്ചിരുന്നത്. അതിനുശേഷമായിരുന്നു എന്തായാലും ഈ അർജുൻ്റെ ലോറി നിർത്തിയിരുന്നത് ഈ റോഡിൻ്റെ ഈ കുന്നിനോട് ചേർന്ന വശമായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ കുന്നിടിഞ്ഞ് ലോറിയുടെ പുറത്ത് വീഴുകയും അതുവഴി റോഡ് കടന്ന് നദിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ആ മണ്ണിടിച്ചിലിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നിർത്തിയിരുന്ന മറ്റു വാഹനങ്ങളും നിർത്തിയിരുന്നു. അതെല്ലാം നിലവിൽ ഈ നദിയിലേക്ക് ഒഴുകി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടാണ് മരിച്ചിരിക്കുന്നത്. അതിലൊരാൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഒരാളാണെന്നും നിലവിൽ സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും ഈ അർജുനുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം ഉയർന്നു വന്നതിനെ തുടർന്നാണ് ഇവർ ഇതിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടുന്നതെന്നാണ് നമുക്ക് ഈ സ്ഥലത്ത് വരുമ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവമായി ഈ പ്രദേശത്തുള്ളവർ തുടക്കം അത് കണ്ടിട്ടുള്ളൂ. ശ്രീത്, എന്തായാലും തുടരുക. ഇപ്പോൾ കോഴിക്കോട്ടെ അർജുൻ്റെ വസതിയിൽ നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, അതായത് തങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ സൈന്യം ഇടപെടണം എന്നാണ് കുടുംബത്തിൻ്റെ ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യം കാര്യക്ഷമമല്ല എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കുടുംബം കത്തയച്ചിരിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് കുടുംബം മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ?
നിഖിൽ, തീർച്ചയായും നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. അതിൽ പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത് കർണാടക സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിൽ തങ്ങൾക്ക് ഇനി വിശ്വാസമില്ല എന്നൊരു കാര്യം തന്നെയാണ് കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവർ പ്രധാനമായും പറയുന്നത് സംഭവം നടന്നിട്ട് 4 ദിവസം, ഇന്നേക്ക് 5 ദിവസം പിന്നിട്ടു, എന്നിട്ട് പോലും ഇതുവരെ യാതൊരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും അവിടെ നിന്ന് നടക്കുന്നില്ല എന്നൊരു വിവരം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത് എന്ന കാര്യമാണ് കുടുംബം പറയുന്നത്. അമ്മയടക്കം വളരെ ദുഃഖത്തോടു കൂടിയാണ് മാധ്യമങ്ങളോട് അവരുടെ വിഷമം അല്ലെങ്കിൽ അവരുടെ ആദ്യ പങ്കുവെച്ചത്. അവർ പറഞ്ഞിരുന്നത് മകൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല, അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്നൊരു കാര്യമാണ് അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ സഹോദരിയും പറഞ്ഞൊരു കാര്യമുണ്ട്, പോലീസുകാർ അവർ പരാതി കൊടുത്തിട്ടില്ല എന്നൊരു കാര്യം നിഷേധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഇത്തരത്തിൽ മിസ്സിംഗ് കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് വിളിച്ചതിന്റെയും തുടർന്ന് അർജുന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുവാൻ പറഞ്ഞതിന്റെയും ഒക്കെ തന്നെയും തെളിവുകൾ അവരുടെ ഫോണിൽ ഉണ്ട് എന്ന് തന്നെയാണ് സഹോദരിയും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രക്ഷാപ്രവർത്തനം 9 മണിക്ക് ശേഷം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇന്ന് അങ്ങനെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുവാൻ പാടില്ല, അതിന് സമ്മതിക്കരുത് എന്നൊരു കാര്യമൊക്കെ തന്നെയാണ് സഹോദരിയും കുടുംബവും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം രാത്രി വൈകിയാണെങ്കിൽ കൂടിയും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടത്തണം എന്നൊരു കാര്യമാണ് സഹോദരിയും അമ്മയും കുടുംബവും ഒക്കെ തന്നെയും വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ പ്രധാനമന്ത്രിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ മെയിൽ അയച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മെയിൽ അയച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരെ നേരിട്ട് വിളിച്ചിരുന്നു, വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതായും സഹോദരി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വലിയൊരു പ്രതീക്ഷ അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സംഭവം നടന്നിട്ട് 5 ദിവസം പിന്നിടുന്നു. 15-ാം തീയതി വൈകുന്നേരം അർജുൻ ഫോണിൽ വിളിക്കുന്നു. 16-ാം തീയതി അർജുന്റെ ഫോൺ റിങ് ചെയ്യുന്നു, പിന്നീട് സ്വിച്ച് ഓഫ് ആവുന്നു. അർജുന്റെ ലോറി അല്ലെങ്കിൽ ട്രക്ക് ഉള്ള സ്ഥലത്തിന്റെ ലൊക്കേഷൻ അടക്കം വളരെ വ്യക്തമായി കുടുംബത്തിന് കിട്ടുന്നു. ഇതനുസരിച്ച് അവർ പോലീസിൽ പരാതി നൽകുന്നു. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കർണാടക സർക്കാരിന്റെ രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സൈന്യത്തെ കൊണ്ടുവരണം എന്നൊരു കാര്യമാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയൊരു പ്രതീക്ഷയോടെ കുടുംബം കാത്തിരിക്കുകയാണ്. അവിടെ നിന്ന് ശുഭപ്രതീക്ഷയുള്ള വാർത്തകൾ കേൾക്കുവാൻ വേണ്ടി കുടുംബവും നാടും ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ. അവർ വളരെ വിതുമ്പലോടെ തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അർജുനെ കണ്ടെത്തുന്നതുവരെ മാധ്യമങ്ങളുടെ എങ്കിലും പിന്തുണ ഞങ്ങൾക്ക് വേണം എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. 2 ദിവസം, അതായത് അവരുടെ ബന്ധുക്കൾ, അതായത് സഹോദരിയുടെ ഭർത്താവ് ഒക്കെ തന്നെയും സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. എന്നാൽ ഇവരെ ഒന്നും തന്നെ കടത്തിവിടുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അവിടെയുള്ള ആളുകൾ വിളിച്ചു പറയുന്നത് യാതൊരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണെന്നും ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. വളരെ മന്ദഗതിയിലാണ് പ്രവർത്തനം നടക്കുന്നത്. അമ്മ ഉന്നയിച്ച മറ്റൊരു കാര്യമുണ്ട്, അർജുൻ മാത്രമല്ല അതിനടിയിലുള്ളത്, നിരവധി ആളുകളുണ്ട്, അവരുടെയൊക്കെ തന്നെയും ജീവനുണ്ട്, അവർക്കെല്ലാവർക്കും നീതി ലഭ്യമാക്കണം എന്നൊരു കാര്യവും ഈ അമ്മ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അവർ പറയുന്ന ഒരു കാര്യം, മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു കാര്യം പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല, ഇന്നേക്ക് 5 ദിവസം പിന്നിട്ടു, ഇത്തരത്തിൽ തിരച്ചിൽ നടത്തി 9 മണിക്ക് ശേഷം തിരച്ചിൽ അവസാനിപ്പിക്കുവാനുള്ള ശ്രമമാണെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കരുത് എന്നൊരു കാര്യം തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതീക്ഷ അവർക്ക് ഇപ്പോഴും ഉണ്ട്. എന്നാൽ അവർ മുന്നോട്ട് വെച്ചതനുസരിച്ച് വലിയൊരു ആശങ്കയുമുണ്ട്. കാരണം 5 ദിവസം പിന്നിട്ടു, ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും അവിടെ ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം തന്നെയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. നിരവധി ആളുകൾ അവരെ വിളിക്കുന്നുണ്ട്, പ്രധാന നേതാക്കന്മാരൊക്കെ തന്നെയും വിളിക്കുന്നുണ്ട്, കേന്ദ്ര സഹായത്തിനായി അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, സൈന്യത്തെ വിന്യസിപ്പിക്കണം എന്നൊരു കാര്യം തന്നെയാണ് അർജുന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. നിഖിൽ, എന്തായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നടക്കുന്ന രക്ഷാദൗത്യം കാര്യക്ഷമമല്ല എന്ന ആരോപണമായി കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി